എൻ്റെ ദൈവവേദന എന്ത് മനോഹരമാണ് കർത്താവിൻ്റെ വചനം. അതായത് ഇപ്പോഴേ ഈ ദൈവത്തിൻ്റെ വാഗ്ദാന ആഗ്രഹങ്ങളെ എബ്രാഹത്തിലൂടെ, പിന്നെ എബ്രാഹത്തിൻ്റെ സന്തതി ഐസക്ക്, അതുപോലെ തന്നെ യാക്കോബിൻ്റെ മക്കൾ, യാക്കോബിൻ്റെ ഗോത്രങ്ങൾ, അങ്ങനെ ഇസ്രയേൽ, പിന്നെ ആ ഇസ്രയേലിൽ തന്നെ ദൈവം പ്രവാചകന്മാരെ കൊടുക്കുന്നു അല്ലേ? അങ്ങനെ ഒടുവിൽ പ്രവാചകന്മാരിലൂടെ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. ആ രക്ഷകൻ ജനിക്കേണ്ട ആളെ ദൈവം എന്ത് ചെയ്ത് കുറ്റമറ്റവളാക്കി. അതിനാണ് അമലോത്ഭവം എന്ന് പറയുന്നത്. അമലോത്ഭവം എന്ന് പറഞ്ഞാൽ ഓരോണെ സഡൻ സംഭവിക്കുന്ന വിഷയമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതലേ തൻ്റെ മുമ്പാകെ വ്യാപരിക്കുന്നതിന് വേണ്ടിയും കുറ്റമറ്റ, ഇപ്പം നമ്മുടെ എഫേസ്യൻസിൻ്റെ വാചനങ്ങൾ വായിക്കുമ്പോഴേ ഒന്ന് ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, എഫേസ്യസ് 1:4 വചനങ്ങളാണ്. എഫേസ്യസ് 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വ്യാപരിക്കാനും തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അമലോത്ഭവത്തിൻ്റെ ആധ്യാത്മിക ഇപ്പം കർത്താവ് നൽകിയ വചനമാണ്. എനിക്ക് ഞാൻ നോക്കിയെടുക്കാനുള്ള സമയമെടുത്തെങ്കിലും ഡെസ്കിൽ നിന്ന് ആ വചനം ഇട്ടതിൽ കർത്താവിനോട് നന്ദി പറയുകയാണ്. അതായത് ഇതാണ് അമലോത്ഭവത്തിൻ്റെ അടിസ്ഥാനം. ഇത് മനുഷ്യൻ മറന്നുപോയി, ആദവും ഹവ്വയൊക്കെ മറന്നുപോയി, അവർ ദൈവത്തിൽ നിന്ന് അകന്നും പോയി. എന്നിട്ട് അതിൽ നിന്ന് ആ വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് എബ്രാഹത്തിനോട് പറയണത്, നീ അതുപോലെ വീണു പോകരുത്, എൻ്റെ മുമ്പാകെ നിൽക്കണം. എന്നിൽ നകന്നു പോയാൽ തീർച്ചയായിട്ടും നിനക്ക് കുറ്റം വന്നു പോകും. അതുകൊണ്ട് നീ കുറ്റപ്പറ്റവനായിരിക്കണമെന്ന്. ആ ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. ഈ മനസ്സ് ഇടയ്ക്കിടക്ക് പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും ഒക്കെ പറയും. അതാണ് എഫേസ്യൻസിൽ പറയണത് 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. പരിശുദ്ധി ഉണ്ടെങ്കിൽ അവിടെ സ്നേഹം ഉണ്ടാകണം. നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ദൈവവേദനേ, പരിശുദ്ധ അമ്മയെപ്പോലും ദൈവം യേശുക്രിസ്തുവിന് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ, ദൈവത്തിൻ്റെ ഒരു അനാദികാലം. ഇപ്പോൾ എഫേസ്യസ് 1:4 അനുസരിച്ചാണെങ്കിൽ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ദൈവ മനസ്സാണ്. എന്താണ്? തൻ്റെ മുമ്പാകെ താൻ സൃഷ്ടിക്കാൻ പോകുന്ന മക്കൾ യേശുക്രിസ്തുവിൽ നിഷ്കളങ്കരായിരിക്കണം, പരിശുദ്ധരായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈശോയെ ഉൾക്കൊള്ളാനുള്ള ഉദരം, ആ ഈശോയെ ഉൾക്കൊള്ളാനുള്ള ദൈവപൈതലിനെ, പരിശുദ്ധ അമ്മയെ ദൈവം അമലോത്ഭവയായി സൃഷ്ടിച്ചത്.
എന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്ന് എന്തിനാണ് വെളിപ്പെടുത്തുന്നത് മനസ്സിലായില്ലേ? മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, മറിച്ച് അത് ആധ്യാത്മികമായ അടിസ്ഥാനപരമായ ദൈവതിരുമനസ്സാണ്. അതിനേക്കാളെല്ലാം ഉപരി ഈ അമലോത്ഭവമായിരുന്ന ആളാണ് ദൈവതിരുസന്നിധിയിൽ എഫേഷ്യൻസ് പറയുകയാണെങ്കിൽ യേശുവിൻ ദൈവതിരുസന്നിധി സ്നേഹത്തെ പരിശുദ്ധിയായിരുന്ന ആൾ, നിഷ്കളങ്കയായിരുന്ന ആൾ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം തിരഞ്ഞെടുത്ത ആളാണ്. ഇതിനേക്കാൾ വലിയൊരു ആളില്ല ദൈവത്തിൻ്റെ കയ്യിൽ. ആ ആളാണ് പെറ്റുകിടക്കാൻ വേണ്ടി ഒരു കട്ടിൽ ചോദിച്ച് കരഞ്ഞുകൊണ്ട് നടന്നത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇത്രയും യോഗ്യതയുള്ള ആള്, യോഗ്യതയാണല്ലോ നമ്മുടെ വിഷയം. ഇതേക്കാൾ യോഗ്യത ഒരു മനുഷ്യന് എങ്ങനെ ഉണ്ടാവും? ദൈവം ആഗ്രഹിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് യോഗ്യതയാളുടെ ആളാണ് പരിശുദ്ധ അമ്മ. അല്ലാതെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പഠനങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയല്ല, ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുള്ള യോഗ്യതയാണ്. എന്താണ്? തൻ്റെ മുമ്പാകെ നിഷ്കളങ്കത, സ്നേഹത്തെ പരിശുദ്ധത, നിഷ്കളങ്കത. ഇത്രയും യോഗ്യത പോരെ? ഇത്രയും യോഗ്യതയുള്ള ആളും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് പെറ്റുകിടക്കാൻ ഒരു ഇറയം പോലും കിട്ടാണ്ടിരുന്നത്? ചാണാക്കുഴി പോയി കാലികളുടെ കൂടെ, മൃഗങ്ങളെപ്പോലെ പെറ്റുകിടക്കേണ്ടി വന്നത്. അതാണ് വിഷയം. എന്തേ പോയതല്ലേ? നമ്മുടെ ഒരു യോഗ്യതയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാനപരമായ യോഗ്യതയല്ലെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. നിങ്ങളെ വിശുദ്ധി പാലിക്കുന്നു, നിങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നു, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും എനിക്കെന്താണ് രോഗം? ഞാൻ ഇങ്ങനെ വിശുദ്ധി പാലിച്ചിട്ടും എനിക്കെന്താണ് ജോലി കിട്ടാത്തത്? ഞാൻ ഇത്രയും ജപമാല ചൊല്ലിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിച്ചിട്ടും എനിക്കെന്താണ് ജോലി കിട്ടാത്തത്? എൻ്റെ വിവാഹം എന്താണ് ഒത്തുവരാത്തത്? എനിക്കെന്താണ് കുട്ടികൾ ഉണ്ടാവാത്തതെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. സത്യദൈവത്തെയാണ് നീ ആരാധിക്കണമെങ്കിൽ. കാരണം ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൻ്റെ യോഗ്യതയാകുന്ന പ്രാർത്ഥനയോ അതുപോലെ തന്നെ നീ കൈവരിക്കുന്ന പരിശുദ്ധിയോ ഒന്നും കൊടുത്തിട്ട് അനുഗ്രഹം പിടിച്ചു മേടിക്കേണ്ട ഒരു യോഗ്യത, അഥവാ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയുള്ള ഒരു തരികിട പരിപാടിയായിട്ട് നിൻ്റെ ഭക്തകൃത്യത്തെയും വിശുദ്ധ ജീവിതത്തെയും നീ അധപ്പതിപ്പിക്കരുതെന്നാണ് കർത്താവ് നിന്നോട് അമലോത്ഭവ തിരുനാളിൽ പറയാനുള്ളത്. അതാണ് സന്ദേശം. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും ഈ ജന്മത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ നോൻപ് എടുക്കുന്നുണ്ട്, വെജിറ്റബിൾ മാത്രമേ ഇപ്പം കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് എൻ്റെ മകളെ കെട്ടിച്ചു തരണം, അങ്ങനെ പറയരുത്. കാര്യം നിൻ്റെ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ സൽപ്രവൃത്തികളൊക്കെ യോഗ്യതയാക്കി വെച്ചാൽ അതൊരു ബാർട്ടർ സിസ്റ്റം പോലെ വരും. പണ്ട് കാശൊന്നും ഇല്ലാഞ്ഞ, നാണയം കണ്ടുപിടിക്കാഞ്ഞ കാലത്ത് മനുഷ്യൻ എന്ത് ചെയ്യും? നെല്ലുള്ളവൻ മീനുള്ളവനും നെല്ല് കൊടുത്തിട്ട് മീൻ വാങ്ങിക്കും, ഇല്ലേ? കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റമായിരുന്നു. അത് ഒരു 10-60 കൊല്ലം മുമ്പ് വരെ എനിക്ക് എൻ്റെ മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന ആളിനെ കുഞ്ഞുനാളിൽ അപ്പൻ അരിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അന്ന് കാശ് കയ്യിലില്ല, നാണയങ്ങളൊക്കെ ആൾക്കാരുടെ കയ്യിൽ കുറവാണ്. ഇപ്പോഴല്ലേ ഒത്തിരി കാശായി വരുന്നത് ആൾക്കാരുടെ കയ്യിൽ. പണ്ട് ക്രയവിക്രയത്തിനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഓരോരുത്തരും കൈമാറ്റങ്ങളാണ് ഉണ്ടായത്. പള്ളികളിലൊക്കെ ഉണ്ടായിരുന്ന പെരുന്നാളിനൊക്കെ ജനങ്ങൾ ഒരു സാധനം കൊണ്ടുവരും, അവർക്കുള്ളത് കൊടുത്തിട്ട് അവിടെയുള്ള വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെയിരുന്നു. ഇങ്ങനൊരു ബാർട്ടർ സിസ്റ്റമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ വരണ്ടെന്നാണ് അമലോത്ഭവ തിരുനാളിന് ഈശോ പറയണത്. കാര്യം എന്താണ്? ലൂക്ക 2:7 എന്താ എഴുതിയിരിക്കുന്നത്? ഈ അമലോത്ഭവമായിരുന്ന, തൻ്റെ മുമ്പാകെ നിഷ്കളങ്കയായിരുന്ന, പരിശുദ്ധിയായിരുന്ന ആൾ തന്നെയാണ് അപ്പാ പെറ്റുകിടക്കാനൊരു കട്ടിരുതാ അപ്പാ ഒരു ഇറയം കാണിച്ചതാന്ന് ചോദിച്ചിട്ട് അപ്പം മിണ്ടാതിരുന്നത്. അപ്പം മിണ്ടിയില്ലല്ലോ.
നമ്മളെ ഓരോ കാര്യത്തിനും പള്ളി ഞാൻ എന്നാത്തിനാ പ്രാർത്ഥിച്ച് മടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കണ്ടാമൃഗങ്ങൾ വീട്ടിലെ പ്രാർത്ഥനയില്ല, ചുമ്മാ ജഡികനെ പോലെ ജീവിക്കത്തില്ലേ? മറുപടി പറയേണ്ടി വരും. പറഞ്ഞേക്കാം. ഈ ചെറിയ നോൻപ് കാലം എന്നൊക്കെ പറഞ്ഞാൽ എന്താണിതാ? ഇതൊരു വലിയ വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ചെറിയ നോൻപെന്ന് നമ്മൾ പറയണത്, പക്ഷെ ദൈവം ഇതുകൊണ്ട് വലിയൊരു വിഷയം കൈകാര്യം ചെയ്യും. എന്താണ്? നീ ദൈവത്തെ വിധിക്കരുത്. നീ നക്കാപ്പിച്ച കാര്യങ്ങൾ കാണിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലേ, ആ മകളെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ സഹായിച്ചില്ലേ, എന്നിട്ട് എൻ്റെ ഒരു ജീവിതം വന്നപ്പോൾ ദൈവമില്ല, ആരുമില്ല, അച്ഛനുമില്ല, പള്ളിയില്ല, പട്ടക്കാരനുമില്ല, ഇങ്ങനെ പെയ്തും പെരക്കി പിച്ചും പെയ്യും പറഞ്ഞ് ഭ്രാന്ത് ആയിട്ടിരിക്കേണ്ട ഒരു കഥയില്ല. മറിച്ച് ദൈവത്തെ നമ്മളുടെ എന്തെങ്കിലും സൽപ്രവൃത്തി കൊണ്ട് വിലക്ക് വാങ്ങാൻ ഉദ്യമിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജഡികമായ ആധ്യാത്മികത എന്ന് പറയും. ഒരു ഫിസിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. ഇന്ന് നിർഭാഗ്യവശാൽ സഭയിലെ ഒരു നല്ലൊരു ശതമാനം ജനങ്ങൾ ആചരിക്കുന്നത് ഈ ഫിസിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. നമ്മൾ എന്തിനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? ദൈവത്തിന് വേണ്ടിയാണ്, അല്ല ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ്. ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിൻ്റെ വചനങ്ങളിലൂടെ വിശുദ്ധിപ്പാൽ ജീവിക്കുകയും ചെയ്യുന്നത് എന്താണ്? എൻ്റെ മക്കളെ എല്ലാം അങ്ങനെ ഹരിച്ചും കൂട്ടിയും കുണിച്ചും ഒക്കെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. എന്താണ്? ഇപ്പോഴ് ലൂക്കാ 2:7 എന്താ എഴുതിയിരിക്കുന്നത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പോരെ? അവർക്ക് ഈ സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിക്കാതെ, ഇപ്പം 2:7 സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അത് എപ്പോഴാണ് ലഭിക്കാഞ്ഞത്? അവിടെ എന്താ പരിപാടി കാണാൻ പോയിട്ട് അന്തി ഉറങ്ങാനൊരു സ്ഥലം ചോദിച്ചതല്ലേ? ദൈവത്തിൻ്റെ പൊന്നോപമനെ പെറ്റുകിടത്താൻ വേണ്ടി ഒരു സ്ഥലം ചോദിച്ചതാണ്. അല്ലാതെ അവർ ഫെസ്റ്റിവലിന് പോയതിനു ശേഷം രാത്രി അന്തി ഉറങ്ങാൻ സ്ഥലം ചോദിച്ചതല്ല ദൈവത്തോട്. ദൈവം പറഞ്ഞതനുസരിച്ച് ഗർഭം ധരിച്ചതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ പ്രസവിക്കാനിടാൻ ചോദിച്ചതാണ്. അതിനേക്കാൾ ഒരു മനുഷ്യന് എന്ത് ദൈവത്തിന് അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ മാതാവ് എന്തിനാണ് ചോദിച്ചുകൊണ്ട് നടക്കുന്നത്? ഇത് എന്നിട്ടും അവർ ചോദിച്ചുകൊണ്ട് നടക്കും. എന്തിനങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാൻ കാര്യം? മിണ്ടിയില്ലല്ലോ ആള്. മിണ്ടുകയില്ല. അതാണ് മറിയത്തിൻ്റെ മൗനം എന്ന് പറയുന്നത്. നമ്മൾ 2:19 വായിക്കുമ്പോൾ എന്താണ്? ഇത്രയും വലിയ സങ്കടകരമായ അവസ്ഥ ഉണ്ടായെങ്കിലും അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നു. അതാണ് മറിയത്തിൻ്റെ യോഗ്യത. ദൈവത്തിലെ നമ്മുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ന്യായമായി നമുക്ക് ലഭിക്കാനുള്ള വിഷയങ്ങൾ, അതിൻ്റെ മേൽ പോലും ദൈവം ന്യായമായൊരു നടപടി എടുക്കുന്നില്ലെങ്കിൽ വീണ്ടും ദൈവമേയെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്താണ്? ഹൃദയത്തിലാണ് സംഗ്രഹിച്ചത്, അല്ല തലയിലല്ല സംഗ്രഹിച്ചത്. ഹൃദയത്തിൽ ആരായിരിക്കണത്? ദൈവമാണ് ഇരിക്കണത്. ദൈവത്തിന് കൊടുത്തെന്ന് തനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, തനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ, ന്യായമായി കിട്ടാണ്ട ഉത്തരങ്ങൾ കിട്ടാണ്ട് വരുമ്പോൾ നമ്മൾ ആരോടാ പറയണത്? നാട്ടുകാരോടാ പറയണത്? അല്ല, അമ്മയ്ക്കറിയാം ആരോടാ പറയേണ്ടത്. അമ്മ പറഞ്ഞു, അപ്പായാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത്, അപ്പായോട് തന്നെ അത് ഞാൻ തിരിച്ച് സമർപ്പിക്കണമെന്ന് പറയും. അതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അഹങ്കാരി അല്ലാത്തതുകൊണ്ടാണ്. അമ്മ എന്തുകൊണ്ടാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത്? അതെ, ശ്രദ്ധിക്കല മക്കളെ. യേശു സ്വസ്ഥം, ഹല്ലേലൂയ, യേശു സ്വസ്ഥം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ജോബിന ജോസഫ്. ഞാൻ തൃശ്ശൂർ വരന്തരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇന്ന് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ആദ്യമായി തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഒക്ടോബർ 31 ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. എനിക്ക് PCOD, തൈറോയിഡ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ട് മെഡിസിൻസൊക്കെ കഴിച്ചു, പക്ഷെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷം ഹസ്ബൻഡ് ലീവിന് നാട്ടിലേക്ക് വന്നപ്പോൾ 2 പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ IUI ട്രീറ്റ്മെൻറ്റും ചെയ്തായിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. റിസൾട്ട് നെഗറ്റീവായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആകെ നിരാശയായി. ഗുളികകൾ കഴിച്ചു മടുത്തു, ഇഞ്ചക്ഷൻ എടുത്തു മടുത്തു. ഞാൻ അവസാനം പറഞ്ഞു, ഇനി എനിക്ക് മാതാവ് കുഞ്ഞിനെ തരുമ്പോൾ എനിക്ക് തന്നാൽ മതി.
അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറിനെയും കണ്ടിട്ടില്ല. അതിനുശേഷം ഹസ്ബൻഡ് പോയി. 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി. ഒരു മരുന്നും മന്ത്രവും ഒന്നും കൂടാതെ ഈ 2 മാസം ഞാൻ കൃപാസന മാതാവിൽ മാത്രം വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഞാനും ഭർത്താവും രാവിലെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ഏട്ടൻ ജോലിക്ക് പോണേക്കാളും മുമ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ വയറിൽ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കും. കൂടാതെ തന്നെ ഉപ്പ് ഞങ്ങൾ 2 പേരും ഓരോന്നുള്ള വിധം ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലിടുമായിരുന്നു. അങ്ങനെ ഒരു മരുന്നും കൂടാതെ തന്നെ 2ാമത്തെ മാസം ഞാൻ പ്രഗ്നൻ്റായി. അതിനുശേഷം 3 മാസത്തിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യരുതെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് 1 മാസത്തേക്കും കൂടി വിസ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ വന്ന് തിരിച്ചു പോകണമായിരുന്നു. ഞങ്ങൾ മാതാവ് തന്ന കുഞ്ഞല്ലേ, മാതാവ് തന്നെ കാക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും ഞങ്ങളുടെ പള്ളിയിൽ വികാരിയച്ഛൻ വന്ന് എന്നെ കുമ്പസാരിപ്പിക്കുമായിരുന്നു. വീട്ടിൽ വന്ന് കുർബാന തരുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ തന്നെ തുടർന്നു. എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു, മമ്മയും പപ്പയും ജോലിക്ക് പോകാൻ, ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ബെഡ് റെസ്റ്റ് ആയിരുന്നു, ഡിപ്രഷനൊക്കെ വരുമെന്ന്. പക്ഷെ ഞാൻ പകൽ മുഴുവൻ ഞാൻ കൃപാസനത്തിലത്തെ പ്രാർത്ഥന വെച്ച് കേൾക്കും, ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് കഴിഞ്ഞു പോന്നിരുന്നത്. 8ാം മാസമായപ്പോൾ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പ്രസവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, പ്രത്യേക കെയർ വേണമെന്ന് പറഞ്ഞു. ഞാനും മമ്മിയും ഹോസ്പിറ്റലിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനകൾ ഞങ്ങൾ ഹോസ്പിറ്റലിലിരുന്ന് ആ രാത്രി മുഴുവൻ കേട്ടു. ഒരു പ്രശ്നമില്ലാതെ പിറ്റേ ദിവസം തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ 38ാമത്തെ ആഴ്ചയാണ് ഞാൻ പ്രസവിച്ചത്. 2024 മാർച്ച് 11-ാം തീയതിയാണ് ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് കൃപാസന മാതാവ് തന്നത്. 2ാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് പ്രൊമോഷനായെങ്കിലും സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായിരുന്നില്ല. ഈ മാസം സാലറി ശരിയാവും, നെക്സ്റ്റ് മന്ത് ശരിയാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് ഹോപ്പ് തന്ന് 3 വർഷം ഞങ്ങൾ ആ കമ്പനിയിൽ തന്നെ വെയിറ്റ് ചെയ്തു, സാലറി ഇല്ലാണ്ട് സൗദി അറേബ്യയിൽ. 3ാമത്തെ വർഷം അവസാനം ആവാറായപ്പോൾ അവിടെ ഒരു സാറ് വന്നു. സാറ് പറഞ്ഞു, ഈ 2 മാസം നീ വെയിറ്റ് ചെയ്ത് നോക്ക്, മാറുകയാണെങ്കിൽ ഇപ്പോൾ മാറും, ഇല്ലെങ്കിൽ മാറില്ല, നീ വേറെ ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞു. ഏട്ടൻ എന്നും ഉപ്പ് കൊണ്ടുപോയിട്ട് സാറിൻ്റെ ഓഫീസിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഇനി സാലറി മാറില്ല, നീ വേറെ ജോലി നോക്കിക്കോ, വെയിറ്റ് ചെയ്യേണ്ട, ഹെഡ് ഓഫീസിൽ നിന്ന് പറയുന്ന ഇതൊന്നും ശരിയല്ല, നീ വേറെ ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞു. വേറൊരു കമ്പനിയിലേക്ക് ഏട്ടൻ ജോലി മാറി 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സാറ് ഏട്ടനെ തിരിച്ചു വിളിച്ചു. ഞാൻ വേറൊരു പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്തു, നീ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണ്ടോ എന്ന് ചോദിച്ചു. ആ കമ്പനിയിലേക്ക് ഏട്ടനെ സാറ് കൊണ്ടുപോയി. ഏട്ടന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ശമ്പളം, ഒരു പൊസിഷനും തന്ന് മാതാവ് ആ സാറിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ ഹസ്ബൻഡിൻ്റെ സാലറി ഇൻക്രിമെൻറ്റിനായിട്ട് ഞങ്ങൾ ആ സാറിൻ്റെ ഓഫീസിൽ ഉപ്പിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഞാനും ഹസ്ബൻഡും എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഓഫീസിലും ഈ സിസ്റ്റത്തിലൊക്കെ തൈലം പൂശി വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ പേര് ഗ്രേസി ജോസഫ്, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മോളാണ്, ഇതെൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള സാക്ഷിയാണ് പറയുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. ഇത് ഉടമ്പടി പുതുക്കിയത് 9ാമത്തെയാണ്. ഞങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഞങ്ങൾക്ക് എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടതും ആവശ്യപ്പെടാത്തതും എല്ലാം അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്ന സാക്ഷ്യം, ഹസ്ബൻഡിൻ്റെ മുതിയിൽ ഒരു 2 ചെറിയ കുരു ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എന്നും എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥനയുടെ സമയത്ത് അതിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് അമ്മയോട് പറയും, അമ്മേ എനിക്ക് ഇത് കാണുമ്പം ഭയങ്കര പേടിയാണ്, അമ്മ തന്നെ അത് പിഴുത് കളയണം, ഇങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് അമ്മ പറഞ്ഞതുപോലെ പിഴുത് തന്നെ അമ്മ കളഞ്ഞു. അങ്ങനെ അമ്മ നൽകിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് കൂടി നന്ദി പറയുന്നു. പിന്നെ ഒരു സാക്ഷ്യം, എൻ്റെ ഈ 2ാമത്തെ മോളാണ്. മോൾക്ക് MCOMൻ്റെ എക്സാം ഒരു വിഷയത്തിന് 4 പ്രാവശ്യം എഴുതിയിട്ട് അവൾ ഫെയിലായി.
അപ്പം നാലാമത്തെ പ്രാവശ്യം കൂടിയേ ഉള്ളു ചാൻസ്. അപ്പം ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കും, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഉടമ്പടി കാശ് രൂപം കൊടുത്തയച്ചു, ഉടമ്പടി ഉപ്പ് കൊടുത്തയച്ചു. അവൾ അതോടുകൂടി പ്രാർത്ഥനയോടുകൂടി പോയി. ഞാൻ പുറകിലിരുന്നു കൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല റിസൾട്ടോടുകൂടി പാസ്സാകാൻ സാധിച്ചു. അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ മോളുടെ കുടുംബത്തിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലി വിഷയമാണ്. ഹസ്ബൻഡും ഭാര്യയും അല്ല, ഫാമിലിയുമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. അതൊക്കെ അമ്മ എല്ലാം നേരെയാക്കി കൊടുത്തു. അതേപോലെ തന്നെ ഞങ്ങളുടെ വീട് പണിയുടെ കാര്യമാണ്. അടുക്കള ഉയർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട്, വളരെ കുഴിയിലായിരുന്നു അടുക്കള, ഉയർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് ഉയർത്താൻ സാധിച്ചില്ല. അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് നമുക്ക് അടുക്കള വലിയൊരു അടുക്കളയായിട്ട് മാറ്റി തന്നു. അതേപോലെ തന്നെ ഇനിയൊരു സാക്ഷ്യമുള്ളത് വലിയൊരു സാക്ഷ്യമാണ്. ഞാൻ അവിടെ ഒരു സ്കൂളിൽ ലാബിൽ ഞാൻ വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മകള് രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ചിട്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല, ജോലിയുള്ള കാരണം. അപ്പം ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, മമ്മി എനിക്ക് തീരെ വയ്യ, മമ്മി വരുമോ എന്ന് ചോദിച്ചു. എങ്ങനെ വരികയില്ലെന്ന് പറയാൻ പറ്റും. ജോലി റിസൈൻ ചെയ്ത വീട്ടിലത്തെ അവസ്ഥ വളരെ മോശമാണ്. കടബാധ്യത, ഹസ്ബൻഡ് വയ്യാത്തത്, കുടുംബം കഴിയണം, എന്ത് ചെയ്യണം, ആകെ ഞാൻ ടെൻഷനിലായി. ഞാൻ എന്തായാലും റിസൈൻ ചെയ്യാതെ യാതൊരു നിവർത്തിയില്ല. അപ്പം ഞാൻ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ പറയാൻ പോയിട്ട് എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ വളരെ വിഷമത്തോടെ നിന്ന് കരയുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും പറയുന്ന പ്രിൻസിപ്പാളല്ല. അച്ഛൻ എന്നോട് പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, നീ അവിടെ ഇരിക്ക്, സമാധാനമായിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആലോചിച്ചിട്ട് റിസൈൻ ചെയ്താൽ മതി, കുഴപ്പമില്ല, പോയിട്ട് പോരെ, വന്നിട്ട് ജോലിയിലേക്ക് കയറാമെന്ന് പറഞ്ഞു. 20 വർഷമായിട്ട് ചെയ്യുന്ന ജോലിയാണ്. ആ ജോലി കൊണ്ടാണ് കുടുംബം കഴിഞ്ഞ് വെച്ചിരുന്നത്. അപ്പോൾ പോയിട്ട് വന്നിട്ട് എനിക്ക് ജോലിക്ക് ഉടനെ കയറാൻ പറ്റുമോ, ഞാൻ എന്ന് തിരിച്ചു വരും എനിക്ക് അറിഞ്ഞുകൂടാ. റിസൈൻ ചെയ്ത് ഞാൻ പോയപ്പോൾ തന്നെ, ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരു മാനസിക രോഗി പോലെയായിരുന്നു. കാരണം എനിക്ക് ഒന്നും ചിന്തിച്ച് ഒരു ഉത്തരവും ഇല്ല. ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ ഞാൻ സമർപ്പിച്ചിട്ടാണ് പോയത്. അമ്മേ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, എല്ലാം അമ്മ തന്നെ കണ്ടോണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ പോയിട്ടും എൻ്റെ അവസ്ഥ അതുതന്നെയായിരുന്നു. പിള്ളേരോടോ എൻ്റെ ഹസ്ബൻഡിനോടോ ഞാനൊന്നും പറയാറില്ല. എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു മാർഗ്ഗമായിരുന്നു എൻ്റെ മുന്നിൽ. പക്ഷെ ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം അമ്മയോട് ഞാൻ എൻ്റെ കടബാധ്യത എങ്ങനെ തീരുമെന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം, എനിക്ക് എങ്ങനെയാണ് എന്നെ സഹായിച്ച എൻ്റെ ഒരു സഹോദരൻ എനിക്ക് കടം തീർക്കാനും ഇപ്പോൾ ഒരു ഭവനം പുതുക്കി പണിയാനും എനിക്ക് തന്ന് സഹായിച്ചു. അമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. ഞാൻ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും. എനിക്കിവിടെ വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കും എപ്പോഴും. അമ്മയോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. എൻ്റെ ജീവിതം മുഴുവൻ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മയ്ക്ക് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തി ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കും. പിന്നെ മാസത്തിലൊരിക്കൽ ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ ആ പൈസ മാറ്റി വെച്ച് നമ്മൾ ഇങ്ങനെ ഭക്ഷണം ആവശ്യമുള്ളവർക്കോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി പത്രം വാങ്ങിച്ച് നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. അടുത്തുള്ള വീടുകളിലാണെങ്കിലും കൃപാസന പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. കാശ് രൂപം വാങ്ങി കൊടുക്കും, ഉപ്പ് വാങ്ങി എല്ലാവർക്കും കൊടുക്കും. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പൈസ കൊടുത്തും ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ ഞാൻ കാറ്റീസം 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ കൃപാസന അമ്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ജനനം മുതൽ അനുഭവിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ പറയാം. എനിക്ക് എന്നും ദുഃഖമായിരുന്നു. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെയായിരുന്നു. പക്ഷേ കൃപാസന അമ്മ എന്നെ എല്ലാത്തിൽ നിന്നും താങ്ങി നിർത്തി എന്നെ ഇത്രത്തോളം എത്തിച്ചു. ഇപ്പം എനിക്ക് ഒരു വിഷമവും ഇല്ല. എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കേണ്ടതേ വരുന്നില്ല. എന്ത് വിഷമം പറഞ്ഞാലും ഞാൻ എപ്പോഴും ഇപ്പോൾ ഹാപ്പിയാണ്. അമ്മയ്ക്കെല്ലാം വിട്ടുകൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്ക് കൂടി നന്ദി പറയുന്നു. ഇനിയും എൻ്റെ അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാൻഡ്ര.
ഞാൻ ഞാറക്കൽ മഞ്ഞനക്കാട് ദേശത്ത് നിന്ന് വരുന്നു. എൻ്റെ ഞാൻ 21/9/2024 എൻ്റെ ആദ്യത്തെ ഉടമ്പടി. ഇതിനുശേഷം എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാനിവിടെ വന്ന് പറഞ്ഞായിരുന്നു ഒരു പ്രാവശ്യം. അതിനുശേഷം 3 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ MSc ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. 3 വർഷത്തെ ഗ്യാപ്പുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ വീട്ടുകാർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഓണർ പറഞ്ഞു മാറണമെന്ന്. അപ്പോൾ ആ സമയം എൻ്റെ വീട്ടുകാരുടെ വിഷമം ഞാൻ ആ സമയം കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരെ സഹായിക്കാമായിരുന്നു. ഞാൻ പിറ്റേ ദിവസം അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം വീട് ഷിഫ്റ്റായി. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ സാക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുള്ളത്. ഞാൻ ആ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ ലോക്കറ്റ് നഷ്ടമായതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആ ചേച്ചി കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അന്നേരം പ്രാർത്ഥിച്ചത്, മാതാവേ, എനിക്ക് ഇതുപോലുള്ളൊരു വിശ്വാസം എനിക്ക് നീ തരണമേ. അതാണ് ഞാൻ സാക്ഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് ഞാൻ ആ സാക്ഷ്യം കേട്ടത്. അതിനുശേഷം എനിക്കൊരു കോള് വന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കോളായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, എടി നീ മെയിൽ ചെക്ക് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് മെയിൽ? ഞാനൊരു ഇതിന് അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നീ മെയിൽ ചെക്ക് ചെയ്യ് എന്നിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ എനിക്ക് കാണാൻ സാധിച്ചത്, ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 21 ആണ് 2024. ഒക്ടോബറിൽ ഞാൻ ഒരു റെസ്യൂമേ അയച്ചിട്ടുണ്ടായിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ. അങ്ങനെ ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളെ 2 പേരെയാണ് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. തെലങ്കാന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ കൺസൾട്ടൻ്റായിട്ട് 70,000 രൂപ ശമ്പളത്തിൽ എന്നെ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഞാനൊരു ഇൻ്റർവ്യൂവോ ഒരു പരീക്ഷയോ ഞാൻ എഴുതിയിട്ടില്ല. ഞാനൊരു അടുക്കളയിലായിരുന്നു 3 വർഷം. അവിടെ നിന്ന് മാതാവ് എന്നെ തെലങ്കാന സ്റ്റേറ്റിലേക്ക് സെക്രട്ടേറിയറ്റിൽ ജോലിക്കായിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ജൂൺ 12. ഞാൻ ജൂൺ 12 എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞാൻ സെക്രട്ടേറിയറ്റിൽ ചെന്നേക്കണേണ്. അപ്പം ഞാൻ കാശ് രൂപം കൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യണ ഓഫീസിലേക്ക് കടന്നത്. അപ്പം ഞാൻ എൻ്റെ സീനിയർ കൺസൾട്ടൻറ്റ് വന്നു. കൺസൾട്ടൻറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കില്ല, 6 ഡിസ്ട്രിക്റ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് തെലുങ്ക് അറിയാൻ പാടില്ല. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ജോലി ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ തെലുങ്ക് അറിയാൻ പാടില്ലെന്ന് ഉള്ളതാണ്. ഇംഗ്ലീഷ് മാത്രം ഞങ്ങൾക്ക് ഏകദേശം 3 ഇയർ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അധികം സംസാരിക്കാൻ ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാനുള്ള ഇതില്ല. ഞാൻ സീനിയർ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലേക്ക് പോകണ്ട, സെക്രട്ടേറിയറ്റിൽ തന്നെ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മാതാവ് അവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞൊരു നിമിഷമായിരുന്നത്. അതിനുശേഷം ഞാൻ ഓരോ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ഞാൻ നാവിലെ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് എൻ്റെ കാതിലും എൻ്റെ നെറ്റത്തും എൻ്റെ നാക്കിലും പുരട്ടിയാണ് ഞാൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാറുള്ളത്. അതിനുശേഷം ഒരു ദിവസം എൻ്റെ കൂടെയുള്ളത് പെന്തക്കോസ്ത വിശ്വാസിയാണ്. അപ്പോൾ എനിക്ക് അവളുടെ മുന്നിലിരുന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അതെന്താണ് അങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ, കൃപാസന അവിടെ കപടതയാണ് അവിടെ നടക്കുന്നത്. ഇതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കൂലായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് എന്നെ ഇവളുടെ മുന്നിൽ എനിക്കൊരു സാക്ഷിയാക്കി മാറ്റണം. അപ്പോൾ വേഗം തന്നെ ഒരു ദിവസം എൻ്റെ 2 മുട്ടുകാലിൽ നീര് വരാൻ തുടങ്ങി. മന്ത് പോലെ എനിക്ക് നീര് വന്നു. അപ്പോൾ ഞാൻ എന്നെ ഓഫീസേഴ്സ് എല്ലാവരും കൂടി ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് 5 ദിവസത്തെ റെസ്റ്റ് പറഞ്ഞു. അത് അവളുടെ ഫ്രണ്ടിൽ വെച്ചാണ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനത് കഴിഞ്ഞ് വന്ന് റൂമിലിരുന്ന് ആദ്യത്തെ ദിവസം ഞാൻ മരുന്ന് കഴിച്ച്,
രണ്ടാമത്തെ ദിവസം ഞാൻ ഉടമ്പടി തൈലവും ഇവിടെ നിന്ന് കിട്ടിയ വെഞ്ചിരിച്ച ഉപ്പും ചാലിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി 7 കുരിശിട്ട് ഞാൻ 2 കാലിലും പുരട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം എൻ്റെ കാലിലെ നീര് അപ്രത്യക്ഷമായി. ഞാൻ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയണേണ്, അവളുടെ മുന്നിലിരുന്ന് നീ പ്രാർത്ഥിച്ച് നീ ഉടമ്പടി തൈലം പുരട്ടണം. ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തത്. അവൾ അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കേണ്ടായിരുന്നില്ല. ഇത്രയും ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് എനിക്ക് വേണ്ടി മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചെന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ സോഷ്യൽ മീഡിയ വഴി കാണുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി കാണുന്ന രോഗികൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ ക്യാൻസർ വാർഡിലാണ് കൊടുത്തിരുന്നത്. പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ പള്ളികളിലിരിക്കുന്ന കാണുമ്പോൾ അതും ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ കുമ്പസാരം ഞാൻ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ ധ്യാനം ഞാൻ മുടക്കാറില്ല. പിന്നെ ബൈബിൾ വായിക്കും. ഞാൻ ആദ്യത്തെ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാൻ പകുതി അയക്കണേണ്. മാതാവ് എന്നെ ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.